RSSകാരനാണ് എന്നതിനപ്പുറമായി ഒരു യോഗ്യതയും അയാൾക്കില്ല. RSS ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലെഴയും. അതാണ് മോഹന കുന്നുമ്മലിൻ്റെ യോഗ്യത. RSSകാർ നിക്കറിടാൻ പറഞ്ഞാൽ നിക്കറിടും, RSSകാർ പാൻറ്റിടാൻ പറഞ്ഞാൽ പാൻറ്റിടും, RSSകാർ ഉപ്പിടാൻ പറഞ്ഞാൽ ഉപ്പിടും. ഇങ്ങനെ സ്വയബുദ്ധിയില്ലാത്ത, സ്വന്തം മനസ്സിനെയോ സ്വന്തം ശരീരത്തെയോ സ്വന്തം പ്രവൃത്തിയോ നിയന്ത്രിക്കാൻ സ്ഥലകാല ബോധമില്ലാത്ത ഒരുത്തനെയാണോ കേരള സർവകലാശാല VC ആയി ഞങ്ങൾ അംഗീകരിക്കേണ്ടത്? ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിൽ രാജ്യം നിങ്ങളുടെ സമരം VC-യോടാണോ ചാൻസലറോടാണോ? രണ്ടുപേരോടുമല്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ രാജ്യത്ത് RSS തയ്യാറാക്കിയിരിക്കുന്ന ഗൂഢപദ്ധതിക്കെതിരായിട്ടാണ്. ആ ഗൂഢപദ്ധതിയുടെ ഉപകരണങ്ങളാണ് ചാൻസലറും ഗവർണറും. അതിൻ്റെ ഭാഗമാണ് അവർ. മനസ്സിലായില്ല. ഇന്നത്തെ സമരം നിങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ സമരം തുടർ സമരങ്ങൾ എങ്ങനെയായിരിക്കും? ഇവിടെ തന്നെ ആയിരിക്കും? ഇന്നത്തെ സമരം SFI തീരുമാനിച്ചത് കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരളത്തിലെ 4 സർവകലാശാലകൾ ഞങ്ങൾ മാർച്ച് നടത്തി. അതിലൊന്ന് കേരളയാണ്. വൈസ് ചാൻസലർ ഓഫീസ് ഉപരോധിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഞങ്ങൾ ഉപരോധിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അങ്ങനെ ആ സമരം ഇന്ന് അവസാനിച്ചു. തുടർന്ന് രാജ്ഭവനിലേക്കും ക്യാമ്പസുകളിൽ സർവകലാശാലകളിൽ VC വരുന്ന മുറയ്ക്ക് സർവകലാശാലകൾക്ക് ഉൾപ്പെടെ സമരം വ്യാപിപ്പിക്കുന്നതിലുണ്ടാവും. അതിശക്തമായ സമരം കേരളത്തിന് തെരുവോരങ്ങൾ ഉയർത്തും. SFI മാത്രമല്ല, മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ഞങ്ങൾക്കൊപ്പം ചേരും. ഒരു കാര്യം കൂടി, ആരിഫ് മുഹമ്മദിനേക്കാൾ പ്രശ്നക്കാരനാണ് രാജേന്ദ്ര അർലേക്കർ എന്ന് SFIക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ പ്രശ്നക്കാരനാണോ അല്ലെ കൂടുതൽ പ്രശ്നക്കാരനാരാണ് എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. RSSകാരെല്ലാം മനുഷ്യ വിരോധികളാണ്. RSSകാരെല്ലാം വിദ്യാഭ്യാസ വിരോധികളാണ്. RSSകാരെല്ലാം മതേതര വിരോധികളാണ്. ആ മതേതരവാദികളായ മനുഷ്യരിൽ നിന്ന് ഇതിൽ ഭേദം വേറെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്?